പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. 2020 ഒക്ടോബർ 11 കറണ്ട് അഫയേഴ്സ് ജനറൽ നോളേജ്. തിമിയ ബബോസ് ആൻഡ് ക്രിസ്റ്റിന മ്ലഡനോവിച്ച് 2020 ഫ്രഞ്ച് ഓപ്പൺ വിമൻസ് ടൈറ്റിലിലെ ജേതാക്കൾ. ഏതൊരു കോമ്പറ്റീഷനിലും ടീം വർക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവിടെ ഇവരുടെ ടീം വർക്കായിരുന്നു ഇവർക്ക് ഫ്രഞ്ച് ഓപ്പൺ വിജയിക്കാൻ സാധിച്ചത്. ആ പവർഫുൾ ടീം വർക്ക്. അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനും ടീം വർക്കുണ്ട്. അത് രണ്ട് തരത്തിൽ. ഒന്ന് കമ്പൈൻ സ്റ്റഡി. കമ്പൈൻ സ്റ്റഡി ഒരു ടീം വർക്കാണ്. ഇവിടെ പരസ്പരം സഹായിക്കുന്നു. പുതിയ പുതിയ ചോദ്യങ്ങൾ, പുതിയ പുതിയ കണ്ടെത്തലുകൾ, ജനറൽ നോളേജ് അത് ശേഖരിച്ചുകൊണ്ട് അത് ഷെയർ ചെയ്യുമ്പോൾ അവിടെ ഒരു ടീം വർക്ക് വരുന്നുണ്ട്. അതേപോലെ ഇനി തനിച്ചാണെങ്കിൽ ഇനി ചിലവരൊക്കെ സെൽഫ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അവിടെയും ടീം വർക്കുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന പാരൻസ് ആ ടീം വർക്കാണ്. അവരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ കാരണം നമുക്ക് വേണ്ട ടൈമാണ്. ആ ടൈം എങ്ങനെ അത് നമുക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ള സഹായം കൊണ്ട് മാത്രമാണ്. പല കാര്യങ്ങളിലും നമ്മുടെ വർക്കെല്ലാം അവർ ചെയ്തുകൊണ്ട് നമുക്ക് സമയം തരുന്നു. ഇവിടെ ആ ടീം വർക്കിലൂടെയാണ് അവിടെയും വിജയം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് ഈ വീഡിയോയും ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. On which date Chief Minister of Kerala declared Kerala is the first in the country with high-tech classrooms in government aided schools? സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഹൈടെക് ക്ലാസ് മുറികളുള്ള രാജ്യത്തെ ആദ്യത്തേത് കേരളമാണ് എന്ന് കേരള മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച തീയതി. ഒക്ടോബർ 2020. 2020 ഒക്ടോബർ 12 ചീഫ് മിനിസ്റ്റർ കേരളത്തിലെ ക്ലാസ് 1 മുതൽ ക്ലാസ് 12 വരെ ഉള്ള ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ പൂർണ്ണമായിട്ടും ഹൈടെക് ക്ലാസ് റൂമുകൾ, ഹൈടെക് ലാബുകൾ നൽകാൻ സാധിച്ചു എന്നും കേരളം അതിലൂടെ ആദ്യത്തെ സംസ്ഥാനം എന്ന ബഹുമതി നേടാൻ സാധിച്ചു എന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. How many bridges constructed by Border Roads Organization (BRO) is inaugurated by the Defence Minister Rajnath Singh on 12th October 2020? 2020 ഒക്ടോബർ 12 ബോർഡർ റോഡ് ഓർഗനൈസേഷൻ നിർമ്മിച്ച എത്ര പാലങ്ങൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു? 44 ബ്രിഡ്ജസ്. 44 പാലങ്ങളാണ് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് 2020 ഒക്ടോബർ 12 ഉദ്ഘാടനം ചെയ്തത്. Who are the 3 students from Karur who developed the experimental satellite selected for launch by NASA Suborbital Space? നാസയുടെ ഉപപരിഭ്രമണ ബഹിരാകാശ വിക്ഷേപണത്തിനായി തിരഞ്ഞെടുത്ത പരീക്ഷണാത്മക ഉപഗ്രഹം വികസിപ്പിച്ച 3 വിദ്യാർത്ഥികൾ ആരെല്ലാമാണ്? എം അദ്നാൻ, എം കേശവൻ ആൻഡ് വി അരുൺ. ഈ 3 കുട്ടികളാണ് തമിഴ്നാട്ടിലെ കരൂർ സ്ഥലത്ത് നിന്ന് ഡെവലപ്പ് ചെയ്ത 3 സെന്റിമീറ്റർ സൈസുള്ള 64 ഗ്രാമുള്ള സാറ്റലൈറ്റ് വികസിപ്പിച്ചെടുത്തതും യുഎസ് സ്പേസ് ഏജൻസി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ക്യൂബ്സ് ഇൻ സ്പേസിന്റെ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് വിജയിക്കുകയും അവരുടെ സാറ്റലൈറ്റ് നാസ ഏറ്റെടുത്തുകൊണ്ട് വിക്ഷേപിക്കാൻ തീരുമാനിച്ചതും. നെയിം ഓഫ് ഇന്ത്യസ് ലോങ് റേഞ്ച് സബ്സോണിക് ക്രൂയിസ് മിസൈൽ അബോർട്ടഡ് ഇറ്റ്സ് ടെസ്റ്റ് ഓൺ 12th ഒക്ടോബർ 2020. 2020 ഒക്ടോബർ 12 ഇന്ത്യയുടെ ഏത് ലോങ് റേഞ്ച് സബ്സോണിക് ക്രൂയിസ് മിസൈൽ പരീക്ഷണം ഉപേക്ഷിച്ചു? നിർഭയ്. 2020 ഒക്ടോബർ 12 അവസാന നിമിഷം നിർഭയ് ക്രൂയിസ് മിസൈൽ പരീക്ഷണം ടെസ്റ്റ് ഫയറിംഗ് ഉപേക്ഷിക്കേണ്ടി വന്നു. നിർഭയുടെ സ്പീഡ് 0.7 മാക്ക് ആണ്. ഇത് റഡാർസ് നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് അറ്റാക്ക് ചെയ്യാനുള്ള ഫ്ലൈയിങ് കപ്പാസിറ്റിയാണ് നിർഭയ്ക്കുള്ളത്. Which mobile company becomes the first mobile company to cross 40 crore subscribers mark in India? ഇന്ത്യയിൽ 40 കോടി വരിക്കാരുടെ എണ്ണം മറികടക്കുന്ന ആദ്യത്തെ മൊബൈൽ കമ്പനിയായി മാറുന്ന മൊബൈൽ കമ്പനി ഏതാണ്?
റിലയൻസ് ജിയോ 2020 ജൂൺ വരെ 114 കോടി സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ജൂലൈ ആയപ്പോഴേക്കും 114.4 കോടി സബ്സ്ക്രൈബ്സ് ആയിട്ട് മാറിയ ട്രായുടെ അതിൽ ഏതാണ്ട് 40 ക്രോർ സബ്സ്ക്രൈബേഴ്സ് റിലയൻസ് ജിയോയ്ക്കുണ്ട്. റിലയൻസ് ജിയോ ഏറ്റവും ടോപ്പ് ലെവലിലെ മൊബൈൽ കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. Who won the Nizamabad MLC by election which held on 9th October 2020? 2020 ഒക്ടോബർ 9 നടന്ന നിസാമാബാദ് MLC ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതാരാണ്? കൽവകുന്തള കവിത. ചീഫ് മിനിസ്റ്റർ കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളായ കൽവകുന്തള കവിതയാണ് 823 വോട്ടുകളിൽ 728 വോട്ടുകൾ നേടിക്കൊണ്ട് വിജയിച്ചത്. Name the two American economists awarded Nobel Prize 2020 in Economics. സാമ്പത്തിക ശാസ്ത്രത്തിൽ 2020 നോബൽ സമ്മാനം ലഭിച്ച 2 അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധരുടെ പേര്. പോൾ മിൽഗ്രോം ആൻഡ് റോബർട്ട് വിൽസൺ. ഇവരുടെ ന്യൂ ഓപ്ഷൻ ഫോർമാറ്റ്സ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് ദാറ്റ് ആർ ഡിഫിക്കൽട്ട് ടു സെൽ ഇൻ ട്രഡീഷണൽ വേ എന്ന കൺസെപ്റ്റിനാണ് അവർക്ക് ഈ അവാർഡ് ലഭിച്ചത്. Who won the French Open Women's Double titles 2020? ഫ്രഞ്ച് ഓപ്പൺ വിമൻസ് ഡബിൾസ് കിരീടം 2020 നേടിയത് ആരെല്ലാമാണ്? തിമിയ ബാബോസ് ആൻഡ് ക്രിസ്റ്റീന മ്ലാഡോൺവിച്ച്. നമ്മൾ മുന്നേ തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു, അവരുടെ ടീം വർക്കാണ് അവരെ ഈ വിജയത്തിലേക്ക് എത്തിച്ചത്. മെൻസ് ഡബിൾസ് ടൈറ്റിലിൽ ക്രൈറ്റിസ് ആൻഡ് മെയ്സ് ആണ് വിജയിച്ചത്. Which team won the 17th NBA Championship Basketball 2020? 17ാമത്തെ NBA ചാമ്പ്യൻഷിപ്പ് ബാസ്കറ്റ്ബോൾ 2020 നേടിയ ടീം. ലോസ് ഏഞ്ചലസ് ലേക്കേഴ്സ്. ലോസ് ഏഞ്ചലസ് ലേക്കേഴ്സ് ആണ് മിയാമി ഹീറ്റിനെ തോൽപ്പിച്ചുകൊണ്ട് 2020 17ാമത്തെ NBA ചാമ്പ്യൻഷിപ്പ് നേടിയത്. ഇതിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ലെബ്രോൺ ജെയിംസ്. 4ാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹത്തിന് മോസ്റ്റ് വാല്യുബിൾ പ്ലെയേഴ്സിന്റെ ബഹുമതി ലഭിക്കുന്നത്. നമ്മൾ ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരള, നാഷണൽ, ഇന്റർനാഷണൽ സ്പോർട്സ് കറണ്ട് അഫയേഴ്സ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തു. ഓരോ പ്രാവശ്യം നമ്മൾ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് എക്സാമുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.